പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നാം നമ്മുടെ ബൈബിൾ പഠന യാത്രയുടെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം. ഈ ഘട്ടമെന്ന് പറയുക, നാം പഞ്ചഗ്രന്ഥിയെക്കുറിച്ചുള്ള ഒരു പൊതുവായ ആമുഖം കണ്ടു. ആ പഞ്ചഗ്രന്ഥിയുടെ സവിശേഷതകൾ, അതിലെ ദൈവശാസ്ത്രം നാം കണ്ടു. ഇനി അടുത്തതായിട്ട് പഞ്ചഗ്രന്ഥിയിലെ ഓരോ പുസ്തകങ്ങളും നാം കാണുകയാണ്. അപ്പോൾ ഓരോ പുസ്തകങ്ങളും കാണുമ്പോഴും ഒരു പുസ്തകം നാം എടുക്കുന്നു. ആ പുസ്തകത്തിൻ്റെ ഉത്ഭവം, ആ പുസ്തകത്തിൻ്റെ നാമത്തെക്കുറിച്ചുള്ള ചിന്ത, പേരിനെക്കുറിച്ച് നാം ഒന്ന് പഠിക്കുന്നു. അതിനുശേഷം ആ പുസ്തകത്തിൻ്റെ ഒരു ഘടന, അതിൻ്റെ സ്ട്രക്ചർ, എപ്രകാരമാണ് ആ പുസ്തകത്തിലെ അധ്യായങ്ങൾ കടന്നു വരിക, പിന്നെ ആ പുസ്തകത്തിൽ നാം കാണുന്ന ഏറ്റവും മഹത്തായ കാര്യങ്ങൾ, സംഭവങ്ങൾ, ഏറ്റവും അവസാനം ഓരോ പുസ്തകത്തിൻ്റെയും പ്രാക്ടിക്കൽ വശങ്ങൾ, ദൈവശാസ്ത്രപരമായ വശങ്ങൾ നാം കാണുന്നു. ഇപ്രകാരം ഇന്നേ ദിനം നാം ആദ്യത്തെ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ വചനം വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക്, വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യ പുസ്തകത്തിലേക്ക് നമുക്ക് പഠനവുമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വചനം: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ബെറഷിത്ത് ബാറ എലോഹിം ഹഷമായിം യത് ഹആറസ്. അപ്പോൾ ഇപ്രകാരം ആകാശത്തെയും ഭൂമിയെയും ദൈവം ആദിയിൽ, ഇൻ ദ ബിഗിനിങ്. ബെറഷിത്ത് എന്നുള്ള ആദ്യത്തെ വാക്ക്, അത് ആരംഭം, ആദിയിൽ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാവുന്നതാണ്. ആയതിനാൽ തന്നെ യഹൂദ ജനത തങ്ങളുടെ ആദ്യത്തെ പുസ്തകത്തിന്, നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാർ അപ്പോസ്തോലിക ലേഖനങ്ങൾ ഇറക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ വാക്കാണ് ആ അപ്പോസ്തല ലേഖനത്തിൻ്റെ പേരായി മാറുക. അതേപോലെ തന്നെ യഹൂദ ജനത, ഒരു വിധത്തിൽ പറഞ്ഞാൽ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഈ പാരമ്പര്യം, അത് യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് കടന്നു വരുന്ന ഒന്നാണ്. ആയതിനാൽ തന്നെ ആദ്യത്തെ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം, ആദിയിൽ, ബെറഷിത്ത് എന്നുള്ള ഹീബ്രു പദത്തിൽ നിന്ന് ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ യഹൂദ ജനത തങ്ങളുടെ തോറായുടെ, തങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ പുസ്തകത്തിന് അവർ പേര് നൽകി, ബെറഷിത്ത് എന്നുള്ള പേര് നൽകി. പിന്നീട് നമ്മുടെ ഹീബ്രു ബൈബിൾ, അല്ലെങ്കിൽ ഹീബ്രുവിൽ എഴുതപ്പെട്ട, ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ട വിശുദ്ധ ലിഖിതങ്ങൾ പിന്നീട് 3-ാം നൂറ്റാണ്ടിൽ അലക്സാണ്ട്രിയൻ ചക്രവർത്തി മാസിഡോണിയയിൽ നിന്ന്, ഗ്രീക്കിൽ നിന്ന് ഈജിപ്തിലേക്ക് കടന്നു വന്നപ്പോൾ, ഈജിപ്ത് ദേശം കയ്യേറിയ പോലെ തന്നെ എല്ലാ ദേശങ്ങളും, ഇന്ത്യ വരെ അദ്ദേഹം എത്തിയെന്ന് പറയാം. അപ്പോൾ ഇപ്രകാരം ദേശങ്ങൾ കൈയടക്കിയപ്പോൾ അലക്സാണ്ടറിലൂടെ കടന്നു വന്ന ഭാഷയായിരുന്നു ഗ്രീക്ക്. അങ്ങനെ 3-ാം നൂറ്റാണ്ടിൽ ഈജിപ്ത് അടിസ്ഥാനമാക്കി അലക്സാണ്ടർ സ്ഥാപിച്ച നഗരം അലക്സാണ്ട്രിയയിൽ ഈ തിരുവെഴുത്തുകൾ ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയാണ്. ഇപ്രകാരം ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ അവർ നൽകിയ പേര് ഗെനസിസ് എന്നായിരുന്നു, ഉത്ഭവം. അതുതന്നെയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ നാം എടുക്കുക, ജെനസിസ് എന്നുള്ളത്. ഇത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 4-ാം വചനത്തിൽ നിന്ന് വരുന്ന വാക്കാണ്. ഇപ്രകാരമാണ് ആ വചനം: ഇതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം. ഈ ഉൽപ്പത്തി എന്നുള്ള ഗ്രീക്ക് ഭാഷയിൽ ഗെനസിസ് എന്നുള്ള പദമാണ് അവർ തങ്ങളുടെ ബെറഷിത്ത് എന്ന് യഹൂദർ വിളിച്ചിരുന്ന ഉൽപ്പത്തി പുസ്തകത്തിന് അവർ നൽകുന്ന പേര്. 72 മഹാചരിതന്മാർ അവർ ഹീബ്രുവിൽ നിന്ന് ഗ്രീക്കിലേക്ക് ആദ്യമായി വചനം വിവർത്തനം ചെയ്തപ്പോൾ അങ്ങനെ ഗെനസിസ് എന്നുള്ള പേര് നൽകി. പിന്നീട് വിശുദ്ധ ജെറോം അത് ലത്തീൻ ഭാഷയിലേക്ക് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴും ജെനസിസ് എന്നുള്ള ആ ഗ്രീക്ക് വാക്ക് തന്നെയാണ് ഈ പുസ്തകത്തിന് ടൈറ്റിലായിട്ട് നൽകിയത്. അങ്ങനെ ഗ്രീക്കിൽ ഗെനസിസ് എന്നും
ഇംഗ്ലീഷിലേക്ക് കടന്നു വന്നപ്പോൾ ജെനസിസ് എന്നും നാം പറയുന്നു. ഇനി മലയാളത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ അത്ഭുതകരമായ രസാവഹമായ ഒരു കാര്യമുണ്ട്. മലയാളത്തിൽ നാം സ്വീകരിച്ചിരിക്കുന്ന പേര് ഉൽപ്പത്തി എന്നാണ്. ഈ ഉൽപ്പത്തി എന്നുള്ളതിൻ്റെ അർത്ഥം ജെനസിസ് എന്ന് പറഞ്ഞ പോലെ തന്നെ, ബെറേഷിത്ത് എന്ന് പറഞ്ഞ പോലെ തന്നെ ആരംഭം അല്ലെങ്കിൽ ആദിയിൽ എന്നുള്ള അർത്ഥം തന്നെയാണ്. ഉൽപ്പത്തി എന്നുള്ള മലയാളം വാക്കിൻ്റെ ചരിത്രം, എറ്റിമോളജി അന്വേഷിച്ച് പോയാൽ അത് രസകരമാണ്. ഇത് ഉത്പത്തി എന്നുള്ള സംസ്കൃത വാക്കിൽ നിന്നാണ് ഉൽപ്പത്തി കടന്നു വരിക. അപ്പോൾ ഉത്പത്തി എന്നുള്ള സംസ്കൃത വാക്കിൻ്റെ ചരിത്രം, അതിൻ്റെ ഉത്ഭവം അന്വേഷിച്ച് പോയാൽ നാം വീണ്ടും ഡിക്ഷണറികളിൽ ഇപ്രകാരമാണ് കാണുക: ഉൽപ്പത്തി എന്നുള്ള മലയാളം വാക്ക് ഉത്പത്തി എന്നുള്ള സംസ്കൃത വാക്കിൽ നിന്ന് വരുന്നു. ഈ ഉത്പത്തി എന്നുള്ള സംസ്കൃത വാക്ക് ഗ്രീക്കിലെ ഗെനേസിസ് എന്നുള്ള വാക്കായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ നോക്കിയേ, എത്രയോ അത്ഭുതവഹമായിട്ടാണ് ഭാഷകൾ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുക. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മലയാളത്തിൽ നാം ഉപയോഗിക്കുന്ന ഉൽപ്പത്തി എന്നുള്ള വാക്ക് 3-ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് ഭാഷയിലേക്ക് വിശുദ്ധ വചനം തർജ്ജമ ചെയ്ത സെപ്തജിന്റ് 72 മഹാചരിതന്മാർ, ബൈബിൾ പണ്ഡിതന്മാർ വിവർത്തനം ചെയ്തപ്പോൾ അവർ നൽകിയ പേര് തന്നെ മലയാളത്തിൽ അതിന് അടുത്ത് നിൽക്കുന്ന, അതിൽ നിന്ന് ഉത്ഭവിച്ച ഉൽപ്പത്തി എന്നുള്ള പേര് നാം കാണുന്നു. ഉത്ഭവം പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ആരംഭം, ആദിയിൽ, അത് 2-ാം അധ്യായം 4-ാം വചനത്തിൽ നാം കണ്ടെത്തുന്ന വാക്ക് തന്നെയാണ്. ഇതാണ് നാം ആദ്യ പുസ്തകത്തിൻ്റെ, ഉൽപ്പത്തിയുടെ തലക്കെട്ടിൻ്റെ ചരിത്രമായിട്ട് നമുക്ക് രേഖപ്പെടുത്തി വെക്കാവുന്നത്. ഇനി ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട് കഴിഞ്ഞ് നാം അടുത്തതായിട്ട് ഈ പുസ്തകത്തിൻ്റെ ഘടനയിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ബൈബിൾ പണ്ഡിതന്മാരും പറഞ്ഞു വെക്കുന്ന ഘടന എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുൻപ് 19-ാം നൂറ്റാണ്ടിൽ, ക്രിസ്തുവിന് മുൻപ് 19-ാം നൂറ്റാണ്ടിലാണ് അബ്രഹാത്തിൻ്റെ വിളി സംഭവിക്കുക. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം സംഭവിക്കുന്നത് കർത്താവിൻ്റെ വരവിന് മുൻപ് 19-ാം നൂറ്റാണ്ടിലാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ആദ്യത്തെ 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ പൂർവാതീത ചരിത്രമെന്നും 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ നാം പൂർവ്വപിതാക്കളുടെ ചരിത്രമെന്നും വളരെ കൂളായിട്ട് ഉൽപ്പത്തി പുസ്തകത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. 1 മുതൽ 11 വരെ, 12 മുതൽ 50 വരെ. ഇപ്രകാരം 2 ഭാഗമായി നാം ഇതിനെ തിരിക്കുമ്പോൾ 4 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നാം അവിടെ കാണുന്നുണ്ട്. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്ന 4 കാര്യങ്ങൾ: സൃഷ്ടിയുണ്ട്, പാപമുണ്ട്, വെള്ളപ്പൊക്കമുണ്ട്, ജനതകളെ വിഭജിക്കുന്ന ബാബേലുണ്ട്. ഈ 4 വസ്തുതകൾ 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ നാം കാണുന്നു. ഇനി 12 മുതൽ 50 വരെ നാം 4 വ്യക്തികളെ കൃത്യമായി വ്യക്തതയോടെ കാണുന്നു. അബ്രഹാത്തെ നാം കാണുന്നു, ഇസഹാക്കിനെ കാണുന്നു. ഏസാവ് ഉണ്ടെങ്കിലും ഏസാവ് മുന്നിലേക്ക് കടന്നു വരുന്നില്ല. 3-ാമതായിട്ട് നാം കാണുന്നത് യാക്കോബിനെ, 4-ാമതായിട്ട് ജോസഫിനെ. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒരു ഘടന 1 മുതൽ 11 വരെയും 12 മുതൽ 50 വരെയും 4 കാര്യങ്ങളെ വെച്ച് നമുക്കിപ്രകാരം വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പക്ഷെ അതിനപ്പുറത്ത് എല്ലായ്പ്പോഴും ബൈബിൾ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കും, ഒരു ബൈബിൾ ഭാഗത്തെ, ബൈബിൾ പുസ്തകത്തെ നാം വ്യാഖ്യാനിക്കുമ്പോൾ ആ ബൈബിൾ ഭാഗത്ത്, ആ ബൈബിൾ പുസ്തകത്തിൽ ആവർത്തിച്ച് വരുന്ന ചില വാക്കുകൾ അത് വിസ്മരിക്കാൻ നമുക്കാവില്ല. ആയതിനാൽ തന്നെ ഉൽപ്പത്തി പുസ്തകത്തെ നിങ്ങൾക്ക് മുൻപിൽ ഞാൻ അവതരിപ്പിക്കുക ആവർത്തിച്ചു വരുന്ന ഒരു വാക്കിനെ പിടിച്ചുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിന് ഒരു ഘടന നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു പോകാം. 1 മുതൽ 11 വരെ പൂർവാധിക ചരിത്രം, 12 മുതൽ 50 വരെ പൂർവ്വപിതാക്കളുടെ ചരിത്രം. ഇറ്റ് ഈസ് സോ സിമ്പിൾ. അതിനപ്പുറത്ത് പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തിൽ ആവർത്തിച്ചു വരുന്ന ഈ ജെനസിസ് എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ തോളദോത്ത്, തലമുറ എന്നുള്ള വാക്ക്, മക്കൾ എന്നുള്ള വാക്ക്, വംശാവലി എന്നുള്ള വാക്ക് നമുക്ക്
മാറ്റിവെച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ ആവില്ല. അതുകൊണ്ട് തന്നെ ഈ വംശാവലി, തലമുറ, മക്കൾ, പേരുകൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ജനസിസ് എന്നുള്ള ഈ വാക്കിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തെ ഒന്ന് ഘടനയിൽ കാണുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആയതിനാൽ തന്നെ ഇപ്രകാരം നാം നോക്കുമ്പോൾ 12 ഘടനകൾ അല്ലെങ്കിൽ 12 ഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആയതിനാൽ ഉൽപ്പത്തി പുസ്തകത്തെ നമുക്ക് ഇപ്രകാരം തിരിക്കാം. ഏറ്റവും ആദ്യം നാം സൃഷ്ടികർമ്മം കഴിയുമ്പോൾ ഇപ്രകാരം 2:4 നാം കാണുന്നു. ഇതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം. അപ്പോൾ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉൽപ്പത്തിയുടെ ചരിത്രം പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും നാം വ്യക്തികളുടെ ഉൽപ്പത്തിയെക്കുറിച്ച്, ആ വ്യക്തികളുടെ കുടുംബങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് വചനം നമുക്ക് മുൻപിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്രകാരം ഇങ്ങനെ വിവിധ വ്യക്തികളെക്കുറിച്ച്, ആ വ്യക്തികളുടെ മക്കളെക്കുറിച്ച്, അവരുടെ കുടുംബ ചരിത്രത്തെക്കുറിച്ച് 12 നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ 12 ഭാഗങ്ങളിൽ നാം കാണുന്നുണ്ട്. അതിലൂടെ നാം കടന്നു പോകുമ്പോൾ ഏറ്റവും ആദ്യം നാം കാണുന്നു ഉൽപ്പത്തിയുടെ ചരിത്രം, സൃഷ്ടിയുടെ ചരിത്രം നാം കാണുന്നു. രണ്ടാമതായിട്ട് നാം കാണുന്നത് ആദത്തിൻ്റെ വംശാവലി. 5-ാമത്തെ അധ്യായത്തിൽ ആദത്തിൻ്റെ വംശാവലി നാം കാണുന്നു. പിന്നീട് 6-ാമത്തെ അധ്യായത്തിൽ നോഹയുടെ വംശാവലി നാം കാണുന്നു. 10-ാമത്തെ അധ്യായത്തിൽ നോഹയുടെ പുത്രന്മാരായ ഷേമിൻ, ഹാമിൻ, യാഫത്ത് എന്നിവരുടെ വംശാവലി നാം കാണുന്നു. പിന്നീട് ജലപ്രളയത്തെ തുടർന്നുണ്ടായ അവരുടെ മക്കളുടെ വംശാവലി നാം കാണുന്നു. പിന്നീട് 11-ാം അധ്യായത്തിൽ നാം വീണ്ടും ഷേം മുതൽ അബ്രാം വരെയുള്ള വംശാവലി നാം കാണുന്നു. 27-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ തേരാഹിൻ്റെ പിന്മുറക്കാരെക്കുറിച്ച് നാം കാണുന്നു. പിന്നീട് ഇസ്മായിലിൻ്റെ മക്കളുടെ വംശാവലി നാം കാണുന്നു. അബ്രഹാത്തിൻ്റെ പുത്രനായ ഇസഹാക്കിൻ്റെ വംശാവലി നാം കാണുന്നു. പിന്നീട് ഏസാവിൻ്റെ വംശാവലി, സന്താന പരമ്പരയെ നാം കാണുന്നു. അവസാനം യാക്കോബിൻ്റെ വംശാവലിയെ നാം കാണുന്നു. ആയതിനാൽ ഈ തോളദോത്ത് അല്ലെങ്കിൽ ജനസിസ്, ഉൽപ്പത്തി ചരിത്രം വെച്ചുകൊണ്ട് ഓരോ വ്യക്തിയുടെയും കുടുംബത്തെയും അവരുടെ മക്കളെയും നാം കണ്ടു കഴിയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തെ നമുക്ക് ഇപ്രകാരം 10 12 വിഭജിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ഘടന നമുക്ക് ലഭ്യമാണ്. അതിനാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആവർത്തിച്ചു വരുന്നത് വംശാവലിയാണ്. ഈ വംശാവലി നോക്കിപ്പോയാൽ ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയും. അല്ലെങ്കിൽ ആദ്യമേ പറഞ്ഞതുപോലെ 1 മുതൽ 11 വരെയും 12 മുതൽ 50 വരെയും ഉള്ള കാര്യങ്ങൾ കാണുവാനായിട്ട് നമുക്ക് കഴിയും. ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിന് നമുക്ക് നൽകാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഘടന എന്ന് പറയുക. പിന്നീട് ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താ? വചനത്തിൽ ഉൽപ്പത്തി പുസ്തക സ്ഥാനം എന്താ? നമുക്കറിയാം, ഏതൊരു വലിയ കാര്യത്തിനും 73 പുസ്തകങ്ങളടങ്ങിയ ഒരു വലിയ ഗ്രന്ഥശേഖരത്തിന് ഉൽപ്പത്തി പുസ്തകം നൽകുന്ന ഒരു അടിസ്ഥാനം വളരെ ശക്തമാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിന് എല്ലാ തരത്തിലും ഒരടിസ്ഥാനം നൽകുന്നുണ്ട്. ചരിത്രപരമായ അടിസ്ഥാനം അബ്രഹാമിൽ നിന്ന് ആരംഭിച്ച് അതിന് വളരെ ശക്തമായ തെളിവുകളോടെ നമുക്ക് നൽകുന്നു. അതിനു മുൻപ് സൃഷ്ടികർമ്മത്തിന് നല്ല ഒരടിസ്ഥാനം, മനുഷ്യൻ, ജീവജാലങ്ങൾ, പ്രപഞ്ചം എങ്ങനെ ഇവിടെ ഉണ്ടായി എന്നുള്ളതിന് ഒരു വിശദീകരണം ഉൽപ്പത്തി പുസ്തകം നൽകുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഒരു വലിയ ശക്തമായ അടിസ്ഥാനം ഉൽപ്പത്തി പുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. ഈ അടിസ്ഥാനം നൽകുന്നത് മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകവും വചനവും മൊത്തമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇത് അടിസ്ഥാനപരമായി നിലകൊള്ളുന്നത് മാത്രമല്ല, മറിച്ച് നമ്മുടെ വചനത്തിൽ കടന്നു വരുന്ന ഓരോ പുസ്തകമായിട്ടും വചനത്തിൽ ഓരോ കാര്യങ്ങളായിട്ടും ഉൽപ്പത്തി പുസ്തകം ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് പറയാം. ഉദാഹരണമായിട്ട് പുതിയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള 35ഓളം കോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. പുതിയ നിയമം 35 പ്രാവശ്യമാണ് ഉൽപ്പത്തി പുസ്തകത്തെ ഉദ്ധരിക്കുന്നത്. പിന്നീട് കൃത്യമായ ഈ ഉദ്ധരണികൾ 35 പ്രാവശ്യം നാം കാണുമ്പോൾ 100 പ്രാവശ്യത്തോളം ഇപ്രകാരം
ചില കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് എടുത്ത് പുതിയ നിയമം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ആയതിനാൽ കർത്താവിന് മുൻപ് 19 നൂറ്റാണ്ട് മുൻപ് സംഭവിച്ച കാര്യങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് പ്രസക്തി ഇല്ലെന്നല്ല, മറിച്ച് പുതിയ നിയമത്തിലെ കാര്യങ്ങളുമായി ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഉദാഹരണമായിട്ട് ഉൽപ്പത്തി പുസ്തകം 1, 2, 3 അധ്യായങ്ങൾ എപ്രകാരം വെളിപാട് പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് മാത്രം ഒന്ന് നോക്കാം. ഞാൻ പറയും, ഒരു പൂർണ്ണത അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏറ്റവും ആദ്യം നാം വെളിച്ചമാണ് കാണുക. 4-ാമത്തെ വചനം, ഈ വെളിച്ചമുണ്ടാകട്ടെ എന്നവിടെ അരുളി ചെയ്തു, വെളിച്ചം ഉണ്ടായി. നാം വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും അവസാനത്തെ അധ്യായം 22-ാം അധ്യായത്തിൽ ഇനി സൂര്യനും ചന്ദ്രനും പകലും രാത്രിയും ഒന്നുമില്ല, മറിച്ച് ദൈവം അവരുടെ മേൽ പ്രകാശിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലോകത്ത് വെളിച്ചം ഉണ്ടാക്കിയ ദൈവം ഏറ്റവും അവസാനം വെളിച്ചമായി പ്രകാശമായി തൻ്റെ ജനത്തിന് വേണ്ടി നിലകൊള്ളുന്നു. അവരുടെ മേൽ പ്രകാശിക്കുന്ന ദൈവമാണ്. വീണ്ടും നോക്കിയ ശാപമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഏറ്റവും ആദ്യം ശാപത്തെ നാം കാണുന്നു. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 3-ാം വചനത്തിൽ പറയുന്നു, ഇനിയൊരിക്കലും ശാപമില്ല, അനുഗ്രഹം മാത്രമേ ഇനിയുള്ളൂ. നോക്കിയേ, എത്രയോ വലിയ പൂർണ്ണതയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ സഞ്ചരിച്ച് നാം വെളിപാടിലേക്ക് വരുമ്പോൾ നാം കണ്ടെത്തുക. വീണ്ടും ജീവൻ്റെ വൃക്ഷത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്നു. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ പൂർണ്ണത, നദിയരികിൽ നിൽക്കുന്ന ജീവൻ്റെ വൃക്ഷം, സങ്കീർത്തനം 1 പറയുന്നത് പോലെ, ജെറമ്യാ പ്രവാചകന് പറയുന്നത് പോലെ ജീവൻ്റെ വൃക്ഷം അവിടെ നിൽക്കുന്നു. എസെക്കിയേലുണ്ടായ ദർശനം പോലെ അവിടെ ജീവൻ്റെ വൃക്ഷം അവിടെ നദീതീരത്ത് നിൽക്കുന്നു. അത് ജനങ്ങൾക്ക് വേണ്ട ഫലം നൽകുന്നു, ജനങ്ങൾക്ക് ആവശ്യമായ സൗഖ്യം നൽകുന്നു. വീണ്ടും നാം വസ്ത്രത്തെക്കുറിച്ചുള്ള ചിന്ത ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലുമുണ്ട്. 2-ാം അധ്യായം അവസാനിക്കുന്ന ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ്, സ്ത്രീയും പുരുഷനും നഗ്നനായിരുന്നു, പക്ഷേ അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വസ്ത്രത്തെക്കുറിച്ച് അവർ ചിന്ത തുടങ്ങുന്നു. കർത്താവ് തന്നെ ഏദൻ തോട്ടത്തിൽ വെച്ച് തോലുകൊണ്ട് ഒരു ഉടയാട ഉണ്ടാക്കി അവർക്ക് നൽകുന്നു. വെളിപാടിൻ്റെ പുസ്തകം വരുമ്പോൾ അതിൻ്റെയും ഒരു പൂർണ്ണതയുണ്ട്. കാരണം എല്ലാവരും ഉടുത്തിരിക്കുന്ന വസ്ത്രം കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി കഴുകി ശുദ്ധീകരിച്ചവരാണ് നിലകൊള്ളുക എന്ന്. എന്തൊരു പൂർണ്ണതയാണ് നാം കാണുക. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണുന്ന പൂർണ്ണതയാണ്. പറഞ്ഞു വന്നത് ഒന്ന് മാത്രം, ഉൽപ്പത്തി പുസ്തകം നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലെ മറ്റെല്ലാ പുസ്തകങ്ങൾക്കും അടിസ്ഥാനപരമായി നിലകൊള്ളുന്ന ഒരു പുസ്തകം തന്നെയാണ്. അതിനാൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പേരും ഘടനയും കണ്ട നമുക്ക് ഇനി അതിൻ്റെ കണ്ടൻറ്റിലേക്ക്, എന്താണ് ഉൽപ്പത്തി പുസ്തകം നമ്മോട് സംസാരിക്കുന്നത് എന്ന് പരിശോധിക്കാം. അത് അടുത്ത ആഴ്ചയിൽ നമുക്ക് അതിലേക്ക് കടന്നു വരാം. എല്ലാവർക്കും ഒത്തിരിയേറെ സ്നേഹത്തോടെ നന്ദി. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.